ദീപാലങ്കാരം ദീപക്കാഴ്ച കണ്ട് വിസ്മയമായ ഈ ദീപവിരുന്ന് ഭഗവാന് കാണിക്കയായി സമർപ്പിക്കുവാൻ ഈ നാട് മുഴുവൻ അണിഞ്ഞൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗ്രാമം മുഴുവൻ ഭഗവാന്റെ സന്നിധിയിലേക്ക്, ഭഗവാന്റെ ശ്രീകോവിലേക്ക് രാവിലെ മുതൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. തിക്കിലും തിരക്കിലും പെട്ട് വഴിമാറിപ്പോകാതെയും അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളുമായി ഈ ഉത്സവ മാമാങ്കം കാണുവാനായിട്ട് എത്തിച്ചേരുന്നവർ റോഡ് കടക്കുന്നതും അതേപോലെ കുഞ്ഞുങ്ങളെ കരുതി സൂക്ഷിച്ചും കരുതണമെന്ന് വളരെ വിനയപുരസ്സരം അറിയിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം 7 ദിവസത്തെ മഹോത്സവത്തിന്റെ ആത്മീയ ചടങ്ങായ തങ്കത്തിടമ്പ് ഘോഷയാത്ര ഭഗവാന്റെ ചൈതന്യത്തെ ആവാഹിച്ച് ശ്രീകോവിലിൽ നിന്നും കരിവീരന്റെ മുകളിൽ ചെമ്പട്ട് വിരിച്ച് സിംഹാസനമൊരുക്കി ഭഗവാൻ നാട് കാണാൻ ഇറങ്ങുകയാണ്. ഷോഡശ ശാസ്ത്ര വിധി പ്രകാരം താന്ത്രിക വിദ്യ പഠിച്ച പൂജാരിമാർ ഈ ആത്മീയ ചടങ്ങിന് നേതൃത്വം കൊടുക്കുമ്പോൾ കണ്ടു നിൽക്കുന്ന അങ്കനമാർ വായ്ക്കുരവയിട്ട് ഭഗവാന്റെ തങ്കത്തിടമ്പിനെ വരവേൽക്കുകയാണ്. കുഞ്ഞുങ്ങൾ അഗ്നിയെ, മനസ്സിലെ അഗ്നിയെ അവരുടെ താലപ്പൊലിത്തട്ടത്തിൽ ജ്വലിപ്പിച്ചുകൊണ്ട് ഭഗവാനെ വരവേൽക്കുമ്പോൾ വർണ്ണക്കുടകൾ ചൂടിയ അങ്കനമാർ മുല്ലപ്പൂ ചൂടി എല്ലാവിധ ഒരുക്കങ്ങളോടും കൂടി നേർച്ചയായി വഴിപാടായി ഭഗവാന്റെ തങ്കത്തിടമ്പിനെ അനുഗമിക്കുകയാണ്. ഈ ആത്മീയ ചടങ്ങിലേക്ക് സാക്ഷ്യം വഹിക്കുവാൻ ഏവരെയും ഞങ്ങൾ സന്തോഷപൂർവ്വം ഭഗവാന്റെ സവിധത്തിലേക്ക്, അതോടൊപ്പം തന്നെ വൈകുന്നേരം ഘോഷയാത്ര തിരികെ എത്തുമ്പോൾ ഭഗവാന്റെ സോപാന മണ്ഡപത്തിൽ അരങ്ങേറുന്ന കോട്ടയം മെഗാബീറ്റ്സിന്റെ ഈ വർഷത്തെ ഏറ്റവും വലിയ ഗാനമേള ശ്രമിക്കുവാനും കേൾക്കുവാനും ഞങ്ങൾ സന്തോഷപൂർവ്വം ഏവരെയും ഭഗവാന്റെ സവിധത്തിലേക്ക് ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്.